കഴിയുന്നത് ഈ സംശയിച്ചുള്ള ഈ സംസാരങ്ങൾ പാടില്ല. ഈ ഫോണിൻ്റെ ആർക്കും തോന്നും. അപ്പം ഞാനറിയാതെ എൻ്റെ ഭർത്താവ് ഒരു ഫോൺ ചെയ്താൽ ചിലപ്പം ഏറ്റവും അടുത്ത കൂട്ടുകാരനോടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ അറിഞ്ഞുകൂടാത്തതെന്ന് സംശയം ഉണ്ടാവും. പക്ഷെ അതെല്ലാം പലതും സംശയങ്ങളാണെന്ന് കരുതി വെറുതെ വിടുക. മനസ്സിലായി? ഇത് വേറെ ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും അങ്ങനെ രാവിലെ ഒരു 1:45 ഉച്ചയ്ക്ക് 1:45 എല്ലാ ദിവസവും അങ്ങനെ ഒരാൾ വിളിക്കുമോ? എല്ലാം അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. വൈകുന്നേരം 7:10 ഉച്ചയ്ക്ക് 1:40 1:45 വിളിക്കും. അങ്ങനെ സ്ഥിരം അങ്ങനെ വിളിക്കും. ഒരു 6 മാസമായി സുഹൃത്തിനെ അങ്ങനെ വിളിച്ചൂടെ? തെറ്റിദ്ധാരണയാണ്. ഒരു സുഹൃത്തിനെ അങ്ങനെ വിളിച്ചൂടെ? ഒരു നല്ലൊരു സുഹൃത്ത് ഇനി ഏത് സമയത്തും വിളിച്ചൂടെ? അതാണോ പെണ്ണോ സുഹൃത്ത് എന്ന് പറയുന്നത്? ആണത്. ആണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അതെങ്ങനെ മനസ്സിലാക്കി? നല്ല അറിയോ? സംശയം പറഞ്ഞോട്ടെ, നോബി എന്ന് പറഞ്ഞ ആള് ഒരു വർഷം മുമ്പ് ഇതിന്റെ മറുപടി പറയും. ഈ പറയുന്ന ആളുകൾ ഈ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുന്ന വിളിയുടെ ഒച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആണോ പെണ്ണാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കി? ഈ നമ്പറുകളിൽ ഇപ്പൊ മനസ്സിലായില്ലേ? തെറ്റിദ്ധാരണയല്ലേ? 4 വർഷക്കാലമായിട്ട് ഇവിടെ പുറത്ത് നല്ലാതെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നോബി ഒരു ഫോൺ എടുക്കുക പോലും ഇല്ല. എനിക്ക് അത്ര വിശ്വാസമായിരുന്നു ഈ നോബിനെ. ഒരു ഫോൺ ഇപ്പോൾ പുറത്തുനിന്ന് ആരും വിളിച്ചു നോടിക്കും. അപ്പോൾ എന്നോട് വരുമ്പോൾ എന്നോട് പറയും, ഇന്ന ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആളൊരു മിസ് കോൾ വിട്ടിട്ടുണ്ട്. ഇവിടെ എന്നോട് പറയത്തുള്ളായിരുന്നുള്ളൂ. ഈ 1 വർഷത്തിന് മുമ്പ് വരെ ഇവിടെ അങ്ങനത്തെ ഫോൺ പോലും എടുത്ത് വിളിക്കാൻ ഒന്നിനും പോലും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വണ്ടിയെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ എടുത്ത് ഇരുന്നോളം പറഞ്ഞാൽ പോലും ഇവിടെ അങ്ങനത്തെ കാര്യത്തിൽ ഇരിക്കത്ത് പോലും ഇല്ലായിരുന്നു. ആ കാര്യത്തിലെല്ലാം എനിക്ക് നല്ല അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ ആ നമ്പർ എടുത്ത് നിങ്ങൾ അങ്ങോട്ടൊന്ന് വിളിച്ച് ഉറപ്പാക്കാൻ പോലും നിങ്ങൾ ഇതുവരെ മുതിർന്നിട്ടില്ല. നമ്പർ അന്നേരം വായിച്ചു എങ്ങനെ എഴുതിക്കൊണ്ട് വന്നു? ഇത് വെക്കണ നമ്പരാ. ഇത് ഇവിടെ മാറി ഉപയോഗിക്കുന്ന നമ്പർ. എനിക്ക് മറ്റേ ഇവിടെ വിളിക്കുന്ന നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്താ കിട്ടാത്ത? നമ്പർ മാറ്റി ഇവിടെ തരുവല്ല. ഇവിടെ ഫോൺ എടുത്ത് ഒന്നെങ്കിൽ എപ്പോഴും ഫോൺ എപ്പോഴും ഇവിടെ വെക്കും. അല്ലെങ്കിൽ അമ്മ കുളിക്കാൻ പോവാണെങ്കിൽ തോട് ഒഴുകുന്നുണ്ട്. ഫോൺ ഇവിടെ നിലത്ത് വെച്ചിട്ട് വേണം എനിക്ക് നമ്പർ എടുക്കാൻ. ഇല്ല, അപ്പൊ അതിപ്പം ഇവിടുന്ന് നമുക്ക് വളരെ എളുപ്പമാണ്. ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണുകൾ വിളിക്കാനും അത് ആരെന്ന് ഉറപ്പുവരുത്താനും എളുപ്പമാണ്. അത് ഞങ്ങൾ ചെയ്യണോ നോബി? ചെയ്തോ. ഇപ്പൊ ഞാൻ പുതിയ സിം എടുത്തിട്ടുണ്ട് മാഡം, നോക്കിയോ. പുതിയ ഈ നമ്പേഴ്സിൽ നിന്നുള്ളൊക്കെ എടുക്കട്ടെ. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അമ്മയുടെ നമ്പരാ. ഏത് നമ്പറും ആവട്ടെ. നശിപ്പിച്ചു കളഞ്ഞ നമ്പറിൽ വിളിക്കണം. 90 61 44 58 ആ നമ്പറിലാണ് വിളിച്ചത്. അല്ല, എന്റെ മനസ്സിൽ ഇവരിങ്ങനെ ഇവര് നശിപ്പിച്ചു വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഈ പുള്ളിയുടെ നമ്പർ എന്റെ കയ്യിലോട്ട് തന്നു. അന്നേരം പുള്ളി പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്ന ഈ നമ്പർ നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞു. ഈ പുള്ളി തന്നെ അവിടെ വെച്ചത് കടിച്ചു നശിപ്പിച്ചോളൂ. 10 നമ്മൾ വിളിക്കണോ? നോബി പറയൂ, നോബിയുടെ അഭിപ്രായം. മാഡത്തിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഇതിനകത്ത് നമ്മൾ വിളിച്ചാൽ ഇതിനകത്തുള്ള നമ്പേഴ്സ് ട്രൈ ചെയ്യട്ടെ. ചെയ്തു. സോണി ഇത് എന്താ പറയുന്നത്? പുള്ളിക്കാരിയുടെ അമ്മയുടെ പേരിലുള്ള സിം നമ്പേഴ്സ് ആണോ? പുള്ളിക്കാരി വിളിക്കുന്ന നമ്പേഴ്സ് ആണോ? ഇത് ഉപയോഗിക്കുന്ന പുള്ളിക്കാരിയുടെ നമ്പേഴ്സാ. അപ്പൊ പിന്നെ നോബി എന്നോട് പറയാതെ എടുത്ത് വിളിച്ചോണ്ടിരുന്ന നമ്പറാണ്. ഒരു കുറെ കാലങ്ങളായിട്ട് വിളിച്ചോണ്ട് നമ്പറാണ്. ആരെയാ വിളിക്കുന്ന? അവരുടെ നമ്പർ ഉണ്ടോ? അവരുടെ നമ്പർ എനിക്ക് നിലത്ത് വെച്ചിട്ട് വേണം എനിക്ക് നമ്പർ ഒന്നെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ ഒന്നെങ്കിൽ അമ്മയുടെ കൊടുത്തിട്ട് പോകും, അല്ലെങ്കിൽ അമ്മ മടി വെച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കുളിക്കാൻ അമ്മ കുളിച്ചിട്ട് ഫോണെ കൊടുക്കും. ഈ ഒരു 6-7 മാസത്തിനായതുള്ളൂ. അപ്പൊ സോണിക്ക് ചോദിക്കാൻ പാടില്ല ഫോണിൽ ചോദിച്ചാൽ എന്താ? നമുക്കവിടെ വിലയില്ലല്ലോ. കുടുംബത്തിന് വീട്ടിലായി പോയില്ലേ? ഇവിടെ ഭയങ്കര ഇവര് നമുക്കവിടെ ഒരു വിലയില്ലല്ലോ. ഇല്ല, ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങള് ഈ പാരനോയിഡിന്റെ സംഗതിയാണിത്. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. മാഡം ഒരു കാര്യം ഇതിനകത്ത് വ്യക്തമാക്കാനുണ്ട്. ഇപ്പോ നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ, നോബി എനിക്കൊരു നല്ല യോഗ്യനായ, നിങ്ങളെക്കാൾ യോഗ്യനായ ഒരു പുരുഷനെ കിട്ടും. അങ്ങനൊരു സംഭാഷണം ഉണ്ടായിട്ടുണ്ടോ? എന്നെ കാണുമ്പോ ഈ സ്ത്രീയായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്നാലും ചുമ്മാ ഇങ്ങനെ തമാശക്ക് പറഞ്ഞു. ചുമ്മാ തമാശക്ക് ഈ പുള്ളി പറഞ്ഞു എന്നെ കാണാൻ സൗന്ദര്യമില്ല, എന്നെല്ലാം പറഞ്ഞു. ഈ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് വരുമ്പോ നിന്നെ കാണുമ്പോ അറപ്പാകും. എന്താ സലോമി അത്രയ്ക്ക് സുന്ദരിയായിരുന്നോ? 40-45 വയസ്സുണ്ട്. ഏതായാലും സുന്ദരി. സലോമിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ നേരിട്ട് ഈ കഴിഞ്ഞ ദിവസം പുള്ളി പരിക്കാത്തുനിന്ന് പിടിച്ചടിച്ചപ്പോ ഇവിടുന്ന് മാഡം വന്നപ്പോ എന്നോട് പറഞ്ഞു അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെന്നു. അപ്പൊ കണ്ടുപോയി? എന്നാലും കണ്ടു. എന്തോ പറഞ്ഞു? അപ്പൊ സംസാരം ഉണ്ടായി. അവളെ എന്നെ തല്ലാൻ വരുവാ. അപ്പൊ ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ലേ? ഇദ്ദേഹം ഇല്ല, ഇദ്ദേഹം ഓടി ഹോസ്പിറ്റലല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. നിങ്ങൾ സമ്മതിക്കുന്നു ഷൈനിയായിട്ട് അഭിതമായിട്ടുള്ള യാതൊരു ബന്ധമില്ല, എന്നാൽ നിങ്ങൾ സലോമിയായിട്ട് അഭിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സിന്റെ നിങ്ങൾ പാശ്ചാത്യപിക്കാനുള്ള ഒരു സന്മനസ്സോടുകൂടിയാണ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് യുണൈറ്റ് ചെയ്യാനുള്ള നല്ല മനസ്ഥിതി നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അന്യോന്യം സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ഒരു സമർപ്പണം ഉണ്ടായിട്ടില്ല. അതിൽ നിന്നാണ് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റി നിർത്തി ഇവിടെ കൊണ്ട് നിർത്തുക, ഇന്ന് തീർക്കപ്പെടുക അല്ലേ മാഡം? അപ്പോൾ നിങ്ങൾ യുണൈറ്റ് ആകുക, നിങ്ങൾ അന്യോന്യം സമർപ്പിക്കുക. നിങ്ങൾ ഇപ്പോൾ സോണിയിൽ നോബിക്കും വിശ്വാസം ഉണ്ടാകണം, നോബിയിൽ സോണിക്കും വിശ്വാസം ഉണ്ടാകണം. വേറൊരാളിൻ്റെ ഇടയിലേക്ക് വന്നു കയറാനുള്ള ഒരു അവസരം നിങ്ങൾ സൃഷ്ടിക്കരുത്. ഇപ്പം നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ നിങ്ങളാണ് ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. വെറുതെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് വേറൊരു അവിഹിതബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ദിവ്യമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. നമ്മളതിനകത്ത് 2 കുട്ടികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവർക്ക് ജന്മം കൊടുത്തിരിക്കുന്നത് നിങ്ങളാണ്. ഇനി അവരുടെ മാതൃക ആരാണ്? അവരച്ഛനാണ്. അച്ഛനാണ് അവർ മാതൃകയാക്കുന്നത്. അച്ഛൻ തെറ്റായ രീതിയിലുള്ള ഒരു വഴി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? അപ്പം മക്കൾക്ക് അങ്ങനെ ഒരു സാധ്യത നിങ്ങൾ കൊടുക്കരുത്. കൊടുക്കപ്പെടാനുള്ള സാഹചര്യം ഇനി മേലെ സൃഷ്ടിക്കപ്പെടരുത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കൈരളി ടിവിയുടെ പ്രേക്ഷകരുടെ മുമ്പിലായിട്ട് നിങ്ങളിത് യുണൈറ്റ് ചെയ്യുക. നല്ല മാതൃകമായി നന്മ നിറഞ്ഞ ഒരു സ്നേഹത്തിലേക്ക് നിങ്ങൾ മാറണം. അതിന് ആവശ്യം വേണ്ടത് പരസ്പര സ്നേഹമാണ്, പരസ്പര അഡ്ജസ്റ്റ്മെൻ്റാണ്. വിട്ടുവീഴ്ച മനോഭാവത്തില്ലാതെ നമുക്കൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ഒരു വികാരമല്ല, ഒരു ധാർമ്മികമായ നിലപാടാണ്. ആ നിലപാട് ഇവിടെ എടുക്കാൻ ഉറച്ച് ഒരു മനസ്ഥിതി ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കും. എങ്കിൽ പിന്നെ ഒന്നും അന്യോന്യം മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക. ഇവിടെ വരൂ, ഇവിടെ ഇരിക്കൂ. സ്നേഹം തനിയെ വരും. ഇത് മദർ തെരേസ പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഇതിപ്പോ പ്രധാനമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ അവരോട് സൗന്ദര്യമില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, സമ്പത്ത് ഇങ്ങനെ തന്നിട്ടില്ല, പിന്നെ 2 പവനും പിന്നെ കുറച്ച് പൈസയാ തന്നെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ജയിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അവർ തിരിച്ചതുപോലെ തന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഷുഗറുണ്ട്, അങ്ങനെ വെള്ളത്തിലേക്ക്. അവരുടെ ഒരു മനസ്സിന്റെ അങ്ങേ അറ്റത്തെ ഒരു സങ്കടത്തിൽ പറഞ്ഞാൽ അവർ നിങ്ങളെ ജയിക്കാൻ വേണ്ടിയല്ല. അത് അവർക്ക് കാര്യമായിട്ടും ബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ സംശയം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉപേക്ഷിക്കണം. ഇനി മേലിൽ അങ്ങനൊരു ചിന്ത ഉണ്ടാവരുത്. നിങ്ങളുടെ ഭാര്യയായി പോയതുകൊണ്ട് ഈ ലോകത്ത് ആരുമായിട്ട് അവർക്കൊരു ബന്ധവും പാടില്ലെന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല. അവർക്ക് പരിചയക്കാർ കാണും, ഫോണിൽ സംസാരിക്കാനൊക്കെ ഉണ്ടാവില്ലേ. ബന്ധമെന്ന് പറഞ്ഞത് ഒന്ന് നമുക്ക് പറയാലോ, അല്ലെങ്കിൽ ഫോൺ എപ്പോഴും എടുത്ത് മാറ്റി വെച്ചോണ്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യായവും പറയണ്ട. 7-8 മാസങ്ങളായിട്ട് സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് താമസിക്കുകയാണെന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ മര്യാദയ്ക്ക് താമസിക്കുന്നില്ലേ? ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങളെ കൊണ്ട് ഒത്തല്ല അതിന് സാധിച്ചോ? നിങ്ങളെ കൊണ്ട് അപ്പൊ ഇനി ആ സ്ത്രീയുടെ മനസ്സിലാണ് നിരന്തരമായിട്ടൊരു, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് ഇനി കൂടുതൽ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലാണ് ആ സംശയം വരേണ്ടത്. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കും. 2 പഠിപ്പിച്ചുകളെ ഒരു പെണ്ണിനെ ഇട്ടേച്ച് വല്ല പെണ്ണുപിള്ളേരുടെ വീട്ടിൽ പോയി താമസിക്കാൻ നിങ്ങളെ കൊണ്ട് ഒത്തല്ല. അവരാണ് ഇപ്പൊ 2 കുട്ടികളെ ഉപേക്ഷിച്ച് വേറൊരാളൂടെ പോയിരുന്നെങ്കിലോ? മാത്രമല്ല, ആ ഫോൺ എടുത്ത് വെച്ച് നിങ്ങൾ ഇങ്ങനെ സംശയം എന്ന് പറഞ്ഞതല്ലാതെ നിങ്ങൾ അത്രയും കൃത്യമായിട്ട് ഉറപ്പാക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ പിടിച്ചു വാങ്ങില്ല. ഇപ്പൊ വേണമെങ്കിലും നമ്മൾ ഞാൻ കുട്ടിയോട് ചോദിച്ചല്ലോ, നിങ്ങൾ വിളിക്കട്ടെ നമ്പേഴ്സിൽ നിന്ന്, നമുക്ക് വിളിക്കാൻ പറ്റും. നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചോളൂ എന്നാണ് പറയുന്നത്. പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടല്ലേ? അങ്ങനെ ഒരു ബന്ധം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ പരാതി കൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അവരൊന്നും ചെയ്തിട്ടല്ലല്ലോ നിങ്ങൾക്ക് ശലോമയുടെ വീട്ടിൽ നിന്ന് അടി കിട്ടിയത്. ആ സ്ത്രീയുടെ മനസ്സിന്റെ നന്മയാണ് ദൈവം തന്ന അടിയാത്. നിങ്ങളത് മനസ്സിലാക്കണം സോണി. അവരൊന്നും ചെയ്തില്ല. അവർ നാട്ടുകാരെയും കൂട്ടി ആ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ അയാളെ നാണം കെടുത്താൻ പോയെന്ന് വിചാരിക്കാം. ഒന്നും ചെയ്തില്ല. അവർ ന്യായമായിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവരെ കൊണ്ട് കഴിയുന്നത് വയസ്സായൊരു സ്ത്രീ അവർ മാത്രമേ ഉള്ളൂ വീട്ടില്. തടിമിഴുക്കുള്ള ആങ്ങളമാരോ അമ്മമാരോ ഒന്നും ഇല്ല അവർക്ക്. വനിതാ സെല്ലിൽ കൊണ്ടുപോയി അവിടെയും ഒരു ഒത്തുതീർപ്പാക്കി വിട്ടു. കാരണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. അവരോടുള്ളൊരു വാശി തീർക്കൽ പോലെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യരുത് സോറി, ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. നിങ്ങളുടെ കുടുംബം എന്നുള്ള പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വർഗമെന്ന് നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായോ? എന്താ എന്നെ കുറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ ചിന്തിക്കുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ ഇവിടെ വെച്ച് മനസ്സിൽ നിന്ന് വിടണം കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് അവിടെ അങ്ങനെ പറഞ്ഞില്ലേ, പരാതി കൊടുത്തില്ലേ, ഇവിടെ പരാതി കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് നടക്കരുത്. ഇതോടുകൂടി വിടുക. കാരണം അവര് നിങ്ങളെ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് ദൈവം തരേണ്ട ശിക്ഷ. കാരണം നിങ്ങൾ വളരെ പെട്ടെന്ന് ഈ ശിക്ഷ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സുകൊണ്ടൊരു ദോഷിയല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ഭാര്യയുടെ വീട്ടിൽ വന്ന് കഴിയുന്നു, ഭാര്യയുടെ ബന്ധുക്കൾ എന്നെ അടിച്ചു. ആ കുട്ടി ഒന്നും ചെയ്തില്ല, അതിനെയും കറക്കി താഴെ ഇട്ടെന്നാ പറയുന്നത്. അതിനൊന്നും അറിഞ്ഞിട്ടല്ല.
അവരുടെ അമ്മാവനും മക്കളും നിങ്ങളുമായിട്ടുള്ള വഴക്ക്, അത് പാവം എന്ത് ചെയ്യാൻ പറ്റും? അത് ഒന്നും ചെയ്തിട്ടില്ല അവര്. അവർ വേറെ മാറി താമസിക്കാൻ തയ്യാറാണ്. ഇത് ഇത്രയും വസ്തുക്കൾ കിടക്കുന്നു, ഒറ്റയ്ക്ക് അമ്മ, പ്രായമായ അമ്മ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാമല്ലോ എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പറിച്ചു കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് കാര്യം അതിനകത്തുള്ള? ഒന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വീട് മാറി താമസിക്കുക, സന്തോഷമായിട്ട് താമസിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ. പിന്നെ നല്ലോണം നോക്കണം ആ കുഞ്ഞുങ്ങളെ, മനസ്സിലായോ? നല്ലോണം, പ്രത്യേകിച്ച് ആ മൂത്ത കുഞ്ഞിന് അതിന് നല്ല ഡോക്ടറെ കണ്ട് നന്നായിട്ട്. ഈ 5-6 മാസമായിട്ട് ഞാൻ എന്റെ കൊച്ചിനോട് ഇതുപോലത്തെ സ്നേഹം കുറഞ്ഞു പോയിട്ടുള്ളൂ. എന്നാൽ പോലും മാഡം അതുപോലെ എന്ത് സാധനമാണ് ഇപ്പൊ കൊച്ചു പറയുന്നത് ചോദിച്ചു, എന്ത് സാധനം കൊച്ചു സാധനം വാങ്ങിച്ചു കൊടുക്കുന്ന ആവൂല, ആവത്തില്ല. നിങ്ങൾ മറ്റൊരു വീട്ടിൽ പോയി താമസിച്ചിട്ട് ആ പൊടിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മറക്കാൻ ഒത്തല്ലോ നിങ്ങൾക്ക്. ഇല്ല, മറന്നു. ആ കുഞ്ഞുങ്ങളെ ഓർമ്മയുണ്ടെങ്കിൽ ഈ സ്ത്രീയെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരുന്നു. പോട്ടെ, അത് വിട്ടേരെ. അതൊന്നും ഇനി പറയണ്ട. ചെറുമ്മയുടെ കാര്യം ഇനി സംസാരിക്കണ്ട കേട്ടോ. ഇങ്ങനെ ചില സ്ത്രീകളുണ്ട്, അങ്ങനെ ചില സ്ത്രീകളുണ്ട്, അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അതാണോ അത്രയും ഇനി എത്ര അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി. ചിലപ്പോ സലോമിക്ക് ഇനിയിപ്പോ നാളെ സോണിക്ക് പകരം വേറെ ഒരാളായിരിക്കും. അത്രേ ഉള്ളൂ. ഇന്നതെന്നുള്ള ഒന്നുമില്ല. അല്ലെ പിന്നെ നിങ്ങൾ ഒരുപാട് സമ്പത്തുള്ളവന് ഇഷ്ടംപോലെ നിങ്ങളുടെ പണം അപഹരിക്കാൻ വേണ്ടി ഒന്നുമല്ല. അപ്പോൾ മൊറാലിറ്റി ശരിയില്ലാത്ത സ്ത്രീകൾ, നമ്മൾ അവരെ കൂടുതൽ വിമർശിക്കുന്നില്ല. പോയത് നിങ്ങളുടെ കുട്ടികളോടുള്ള ഒരു വാശി തീർക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നേരത്തെ 4 കൊല്ലം നിങ്ങൾ മൊബൈൽ ഫോൺ അങ്ങനെയൊന്നും എടുക്കുന്ന ആളെ അല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അയാളോടുള്ള സ്നേഹക്കുറവോ അല്ലെങ്കിൽ വേറെ ആരോടോ ഉള്ള സ്നേഹ കൂടുതലോ ആണെന്നൊക്കെ തോന്നുന്നു. അത് വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ആ സ്റ്റേഷനിൽ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യമായി SI പരസ്പരം ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ജീവിതത്തിൽ അത് മതി. പൊതുവേ ഒരു ഫോൺ വയ്ക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം വേണ്ട. മനസ്സിലായില്ലേ? ആ സ്ത്രീക്ക് വേണമെങ്കിൽ നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് വിദഗ്ധമായിട്ട് വിളിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം ആ നമ്പർ. മനസ്സിലായില്ലേ? 140 കൃത്യമായിട്ട് വിളിക്കണമെന്ന് പറയുന്ന ആളെ നിങ്ങൾ പോയതിനു ശേഷമേ വിളിക്കാവൂ എന്ന് അയാളെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇങ്ങോട്ട് ആ സമയത്ത് വിളിപ്പിക്കുകയോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ സത്യമൊന്നും ഇല്ല അതിനകത്ത് കേട്ടോ. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നീ പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം എന്ത് കാര്യം പറഞ്ഞാലും പുള്ളിക്കാരിയുടെ അടുത്തേക്കല്ല അങ്ങോട്ട് ചെല്ലുന്നു പറഞ്ഞു. ഇപ്പൊ മേഡം പറഞ്ഞാലും പറഞ്ഞില്ലേ അത് എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാം മറന്നോളാം. ഇനി തുടങ്ങി ഞാൻ പുതിയ ജീവിതത്തിലോട്ട് നമുക്ക് നമ്മളെ മക്കളെ വളർത്തി പുതിയ ജീവിതത്തിലോട്ട് പോകാം. അല്ല ഇതിപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ച അങ്ങോട്ടല്ലായിരുന്നു സംഭവം ഏത് ഈ അടി കിട്ടിയത് കഴിഞ്ഞ അല്ലേ? അതുകൊണ്ടല്ലേ ഇനിയിപ്പോ പറയണ്ടെന്ന് പറയുന്നത്. അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നല്ലോ. അതൊക്കെ ഓർമ്മ വേണം. പോകുമ്പോഴേ പണിക്ക് പോകുമ്പോ ഒരു 10-20 ദിവസമൊക്കെ ഒന്നും പറയാതെ അങ്ങ് പൊയ്ക്കളയുന്നു. അങ്ങനെയൊന്നും പോകരുത് കേട്ടോ. 20 ഒരു 18 ദിവസം 2 ദിവസം കൂട്ടരുത് മായ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അത് വിട്. അതിനെക്കുറിച്ച് ഇനി അതിനെപ്പറ്റി പറയണ്ട. പോട്ടെ, അത് പോട്ടെ. അങ്ങനെയുള്ള ആ നെഗറ്റീവ് മതി മതി. ഇവര് രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാനായിട്ട് ഒരാൾക്ക് സൗന്ദര്യം കുറവ്, ആരോഗ്യം രണ്ടുപേരും ഈക്വല അല്ലെ? സൗന്ദര്യവും ആരോഗ്യം എല്ലാം ഭയങ്കര മാച്ചായിട്ടാ തോന്നുന്നത്. പെർഫെക്റ്റ് മാച്ച്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് നിങ്ങൾ തന്നെയല്ല പറഞ്ഞത്. ഒത്തിരി ആൾക്കാർ ഇതിപ്പോ നിങ്ങൾ 4 പേരും അല്ല പറഞ്ഞത്. ഒത്തിരി ആൾക്കാർ പറഞ്ഞു ദൈവം എങ്ങനെ കൊണ്ട് കൂട്ടി ചോദിപ്പിച്ചാൽ എന്നോട് ചോദിക്കുന്നത്. ഇതുപോലെ എങ്ങനെ സാമ്പത്തികമല്ല ആരോഗ്യമുള്ള സമയത്തെ നന്നായിട്ട് ആരോഗ്യം ഉണ്ടല്ലോ. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് ഈ പൈസയൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ഒത്തിരി സ്ത്രീകൾ വരും. ഇതെല്ലാം കഴിഞ്ഞ അവർ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. പറയുമ്പോൾ ഞാൻ പറയാലോ, ഈ സ്ത്രീ എന്നോട് 1 രൂപ പോലും എന്നോട് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാടുകൾ ഒരു കേസും ഒന്നും. എന്തായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്? സ്നേഹമാണോ? സലോം അല്ല പറയൂ. അവരവരുടെ വീട്ടിലായിരുന്നു സാർ. ഇദ്ദേഹമാണ് കല്യാണാലയം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പുള്ളി അവര് ഇങ്ങോട്ട് തേടി വന്നതല്ല. ഇദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നു എന്ന് ചോദിച്ചു. അവര് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അല്ല, നോബിയിൽ കാണാത്തത് എന്തോ ഒരു വിശേഷം സലോമിൽ കണ്ടത് കൊണ്ടാണല്ലോ അവിടെ നിലനിൽക്കാൻ കാര്യം. ഈ 7 മാസം താമസിച്ചല്ലോ. ഇപ്പൊ തിരിച്ചു പോരാനുള്ള തോന്നല് വാശിയും കൂടെ ഉണ്ടായല്ലേ. അതൊക്കെ അപ്പൊ അത് ശാശ്വതമല്ല എന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ തെറ്റുകളൊക്കെ പൊറുക്കാവുന്ന പൊറുക്കാവുന്ന തെറ്റുകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയ ക്രൂരമായ പ്രവൃത്തികളൊന്നും അതിക്രൂരമായ പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത് ക്രൂരമാണ്. സ്ത്രീ ബന്ധം എന്ന് പറയുന്നത് സ്ത്രീയാണ്. എന്നിട്ട് പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭർത്താവിനെ അതിൽ നിന്ന് വീണ്ടെടുത്ത് തരണം, എനിക്ക് ഞാനും കുഞ്ഞുങ്ങളേ ഉള്ളെന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അവരുടെ കൂടെ പൊക്കോട്ടെ. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കുക. വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഭാര്യയോട് സംശയം തോന്നുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം,
എന്നെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് പിന്നെ എന്തിനു ഇവള് നടക്കുന്നു? നിങ്ങളെക്കാൾ ചെറുപ്പക്കാരൻ ആരോഗ്യമുള്ള ഒരു പുരുഷൻ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നായി ഇവൻ പോയോ അവിടെ തുറഞ്ഞു പോകാതെ എന്നും പറഞ്ഞ ഒരു സന്തോഷമായിട്ട് അവിടെ കഴിയത്തില്ലേ? എന്തിനാ നിങ്ങൾ തന്നെ വേണമെന്നും പറഞ്ഞ് വനിതാ സെല്ലിൽ പോന്നു, പോലീസ് സ്റ്റേഷനിൽ പോന്നു, ഇതാ ഇവിടം വരെ വന്നു. അതൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കൂടെ സോണി? അല്ലേ? ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? അല്ല, നമ്മൾ ഇവിടെ തീർപ്പാക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സോണിക്ക്? ഇന്ന വ്യവസ്ഥകൾ ഉണ്ടോ വല്ലതും ഉണ്ടോ? നോബിക്കുണ്ടോ? നോബി എന്തെങ്കിലും എനിക്ക് ഇനിയിപ്പോ എന്നാന്ന് ചോദിച്ചാൽ ഈ പുള്ളിയുടെ കൂടെ പോയാൽ ഈ പുള്ളി ഇനി ഇങ്ങനെ ഒരു ജീവിതം പിന്നെ എന്നാ വെച്ചാൽ എനിക്ക് ആരും ഇല്ലാത്തല്ലേ. ഇതിപ്പോ നേരത്തെ ഇതിനകത്ത് ഇപ്പൊ സോണി എഴുതിയിട്ടുണ്ടല്ലോ, ഇത് ഒരു നാണക്കേടാണ് ഇങ്ങനെ ഒരു പ്രേക്ഷകരുടെ മുമ്പാകെ വന്നിട്ട് ഇതിനൊരു തീർപ്പ് ഏൽപ്പിക്കുന്നത്. ഇതൊരു നാണക്കേടല്ല. ഇത് സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് നിങ്ങളുടെ ഈ വിഷയം. അപ്പൊ അതിനകത്ത് നാണക്കേട് വിചാരിക്കേണ്ട ഒരു കാരണവുമില്ല. ഇത് മാതൃകയായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇങ്ങനൊരു പാശ്ചാത്തപിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത്. അതിന് ഉറപ്പായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രേക്ഷകർ മുമ്പാകെ തന്നെ ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും. സോണിക്ക് സാധിക്കില്ലേ? ആ വസ്തു ആധികാരികമായിട്ട് ഇവരുടെ പേര് രജിസ്റ്റർ ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വല്ല പെണ്ണുങ്ങളും കൊണ്ടുപോകല്ലോ എന്നുള്ള പേടി കൊണ്ടാണ്. കാരണം അയാളുടെ കുടുംബത്തിലെ വസ്തുക്കളും കാര്യങ്ങളും കടയും ഒക്കെ വിറ്റിട്ടാണ് ഇങ്ങ് പോന്നിരിക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു പെങ്കൊച്ചിനെ ഒരു അധ്വാനിച്ചുണ്ടാക്കിയ മുതലാകുന്നതൊക്കെ പോയില്ലേ? വണ്ടി വിറ്റു, എല്ലാം വിറ്റു, എല്ലാം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ കാര്യകാരണങ്ങൾ നമുക്ക് അറിയണ്ട. ഇനി അതിനെ വിഷമിപ്പിക്കരുത്, മനസ്സിലായോ? ഒന്നും വിഷമിപ്പിക്കാൻ പാടില്ല. സന്തോഷമായിട്ട് പോകണം. ആ കുഞ്ഞുങ്ങളും നിങ്ങൾ നല്ല കുടുംബമായിട്ട് ജീവിക്കണം. കൈ കൊടുത്തേ, കൈ പിടിച്ച് പിരിച്ച് കണ്ട ചിരിച്ച മൊന്തോയി കണ്ട. ഇതാണെന്ന് എന്തായാലും ചെറിയ ചെറിയ സൗന്ദര്യപ്പടക്കങ്ങളും മനോവിഷമങ്ങളും ഒക്കെ പരസ്പരം പറഞ്ഞു തീർത്തപ്പോൾ ചെറിയ ചില വ്യവസ്ഥകൾ പരസ്പര വിശ്വാസം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അത് പാനൽ വായിക്കുകയാണ്. ഇവിടെ ഉണ്ടായ ചർച്ച അനുസരിച്ച് നിങ്ങൾ ഒരു കൂട്ടരും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ആ തീരുമാനത്തിൽ മേലുണ്ടായിട്ടുള്ള അവാർഡാണ് ഇവിടെ വായിക്കുന്നത്. ഇരു കൂട്ടരും ഇനി മുതൽ ഇരു കക്ഷികളുടെയും വീട്ടിൽ നിന്നും മാറി പ്രത്യേകം വീട് വാടകയ്ക്കെടുത്ത് കുട്ടികളുമായി ഒരുമിച്ച് താമസിക്കുവാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനിമേലിൽ ശ്രീമതി നോബി അകാരണമായി ശ്രീമാൻ സോണിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കില്ല എന്നും സമ്മതിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ക്ലോസ്, ശ്രീ സോണി ഭാര്യയോടും കുട്ടികളോടും കൂടി പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും തന്റെ ഭാര്യയെയും കുട്ടികളെയും പരിപാലിച്ചു കൊള്ളാമെന്നും സമ്മതിച്ചിരിക്കുന്നു. മൂന്നാമതായി, മേൽപ്പടി വ്യവസ്ഥകൾ പരിപാലിക്കപ്പെടാത്ത പക്ഷം ഇരു കൂട്ടർക്കും തുടർന്ന് അദാലത്തിനെയോ കോടതിയെയോ സമീപിക്കാവുന്നതാണ്. അതായത് ഇവിടെ ഒത്തുചേർന്ന് പോകുന്നു, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്നിരുന്നാലും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയും കുടുംബ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നും അദാലത്തിനെയോ അല്ലെങ്കിൽ അതാത് കോടതികളെയോ സമീപിക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ സോണി സലോമിയിൽ നിന്നും ബിലീവ് മീയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഓരോ ബന്ധങ്ങളും ഒന്നിപ്പിച്ച് സന്തോഷപൂർവ്വം ഈ ഫ്ലോറിൽ നിന്ന് പോകുന്നത് കാണുന്നതിലുള്ളൊരു സന്തോഷം. അപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവും? ജീവിതം സാക്ഷി നല്ലൊരു സന്ദേശം മാത്രമാണ്, സന്തോഷത്തിൻ്റെ സന്ദേശം. സോണിയും നോബിയും നല്ല ദമ്പതികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം സ്നേഹിക്കുന്നുമുണ്ട്. ഇടയ്ക്കൊരു സമയദോഷത്തിന് വന്നൊരു ചെറിയൊരു അബദ്ധം, അതിൻ്റെ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു. അവരിപ്പോൾ സന്തോഷമായിട്ട് ഒന്നിച്ച് പോവുകയാണ്. അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.